Today we are going to start with chapter 13, surface areas and volumes. Last year നമ്മൾ ഈ ഫോർമുലാസ് എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. I hope all of you remember. ഏതൊക്കെ ഫോർമുലാസ് ആയിരുന്നു ലാസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഫസ്റ്റ് ഫോർമുല ക്യൂബോയിഡ്. വാട്ട് വാസ് ദ ഫോർമുല ഫോർ ക്യൂബോയിഡ്? LSA. For a cuboid it is 2H into L plus B. Then TSA of a cuboid, what was the formula? 2 into LB plus BH plus HL. Third one, volume. L into B into H. ഇങ്ങനെ മൂന്ന് ഫോർമുലാസ് ആണ് ക്യൂബോയിഡിൻ്റെ പഠിച്ചത്. ആദ്യം CSA 2H into L plus B, then TSA 2 into LB plus BH, then third one volume L into B into H. നെക്സ്റ്റ് ഓളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്യൂബ് ആയിരുന്നു. ക്യൂബ്, വാട്ട് വാസ് ദ ഫോർമുല? CSA കണ്ടുപിടിക്കാനായിട്ടുള്ള LSA or TSA. LSA കണ്ടുപിടിക്കാനായിട്ടൊരു ഫോർമുല നമ്മൾ പഠിച്ചു. വാട്ട് വാസ് ദ ഫോർമുല? 4A². TSA കാണാനായിട്ട് ക്യൂബിൻ്റെ TSA എന്ന് പറഞ്ഞാൽ 6A². ദെൻ വോളിയം, വാട്ട് ഇറ്റ് വാസ്? AQ. ഇങ്ങനെ മൂന്ന് ഫോർമുലാസ് ആണ് ക്യൂബിന് കണ്ടുപിടിച്ചത്. ഏതൊക്കെയായിരുന്നു? 4A², 6A², AQ. തേർഡ് ഫിഗർ നമ്മൾ ഡിസ്കസ് ചെയ്ത് സിലിണ്ടർ ആയിരുന്നു. സിലിണ്ടറിന് LSA, LSA എന്നുള്ള CSA എന്നാണ് സിലിണ്ടറിൻ്റെ കേസ് നമ്മൾ പറയാം. 2πRH, that was the formula. TSA 2πR into R plus H, volume πR²H. These are the three formulas. കോണിൻ്റെ കേസിൽ ഫോർമുല അങ്ങനെയായിരുന്നു, πRL, that is the formula CSA. TSA കാണാനായിട്ടുള്ള ഫോർമുല πR into R plus L. വോളിയം കാണാനായിട്ട് ഫോർമുല 1/3 πR²H. സ്പിയറിൻ്റെ കേസിൽ LSA TSA എന്ന് നമ്മൾ പറയാറില്ല, ബിക്കോസ് ഇറ്റ് ഈസ് സെയിം. ഒരു സ്പിയറിന് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാലും ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാലും സെയിം ആണ്. സോ യൂഷ്വലി വിൽ സേ സർഫസ് ഏരിയ വിച്ച് വിൽ ബി 4πR². രണ്ടിനും ഒരേ ഫോർമുലയാണ്, അല്ലെങ്കിൽ CSA എന്ന് പറയുന്നത് തന്നെയാണ് ഇത് TSA എന്ന് പറയുന്നത് സ്പിയറിൻ്റെ കേസിൽ. സോ ഒരു ഫോർമുലയേ ഉള്ളൂ അവിടെ, 4πR². വോളിയം കാണാനായിട്ട് ഫോർമുല 4/3 πR³. ഹെമിസ്പിയറിൻ്റെ കേസിൽ CSA കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2πR². ടോട്ടൽ സർഫസ് ഏരിയ ഏതായിരുന്നു? 3πR². ആൻഡ് വോളിയം 2/3 πR³. നമുക്കറിയാം ഹെമിസ്പിയർ എന്ന് പറഞ്ഞാൽ സ്പിയറിൻ്റെ ഹാഫാണ്. അപ്പോൾ ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 2 വരും. അതുപോലെ 4/3 ആണെങ്കിൽ ഇവിടെ ഇത് വരും 2/3 എന്ന് വരും. സോ ദീസ് ആർ ദ ഫോർമുലാസ് വി ലേൺ ലാസ്റ്റ് ഇയർ. ഇത്രയും ഫോർമുലാസാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി ഈ ഇയർ 10th സ്റ്റാൻഡേർഡിൽ നമ്മൾ ഒരു ഫോർമുലയും കൂടി നമ്മൾ ഒരു സോളിഡ് കൂടി കൂടുതൽ ഷേപ്പ് നമ്മൾ പഠിക്കും. ദാറ്റ് വിൽ ഡിസ്കസ് ലേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും ഫോർമുലാസാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് എക്സസൈസ് ആണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഹെഡിങ് ഇറ്റ് ഈസ് ഗിവൺ ലൈക്ക് ദിസ്: സർഫസ് ഏരിയ ഓഫ് എ കോമ്പിനേഷൻ ഓഫ് സോളിഡ്. അതായിരുന്നു ഫസ്റ്റ് ഹെഡിങ് ടെക്സ്റ്റ് ബുക്കിൽ. സർഫസ് ഏരിയാസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് എന്ന് പറയുമ്പോൾ, കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാളും കൂടുതൽ ഫിഗർ ഉണ്ടായിരിക്കും. മേ ബി 2 ഫിഗേഴ്സ്, മേ ബി 3 ഫിഗേഴ്സ്. സോ ഇറ്റ് ഈസ് ജോയിൻഡ്. 1-2 ഫിഗേഴ്സ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഷേപ്പാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതാണ് സർഫസ് ഏരിയ ഓഫ് എ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത്. ഇനി അങ്ങനെയുള്ള കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് തന്നാൽ എങ്ങനെ ഏരിയ കണ്ടുപിടിക്കും? സർഫസ് ഏരിയ. അതാണ് ഫസ്റ്റ് എക്സസൈസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണം. അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എക്സസൈസ് 13.1, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. I shall read the question. Okay, question ഞാൻ വായിക്കാം. 2 cubes each of volume 64 centimeter cube are joined end to end. Find the surface area of the resulting cuboid. Exercise 13.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പ്ലീസ് ലിസൺ. ഓക്കെ,
cubes of each of volume 64 centimeter cube. So അവിടെ 2 cube ഉണ്ട്. This is the first one and we can have one more cube. Second one. So 2 cube ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. And its volume is given. Each cube's volume, ഓരോ ക്യൂബിൻ്റെയും ഒരു ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് എ ക്യൂബ് ഇറ്റ് ഈസ് ഗിവൺ വാട്ട് ഇറ്റ് ഈസ് ഗിവൺ 64 centimeter cube. Volume of a cube is given 64 centimeter cube. Now what we have to do, find the surface area of the resulting cuboid. ഇങ്ങനെ 2 ക്യൂബ് ജോയിൻ ചെയ്തിട്ടുള്ള ഫിഗർ നമുക്കറിയാം. 2 ക്യൂബ് ജോയിൻ ചെയ്താൽ ഇറ്റ് വിൽ ബി എ ക്യൂബോയിഡ്. കാരണം അതിൻ്റെ ലെങ്ത് ചേഞ്ച് ചെയ്യും, ബ്രെഡ്ത്തും ഹൈറ്റും വിൽ റിമെയിൻ സെയിം. അപ്പോൾ ഈ ഫിഗർ 2 ക്യൂബ് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഫിഗർ ഏതായിരിക്കും? ഇറ്റ് വിൽ ബി എ ക്യൂബോയിഡ്. ആ ക്യൂബോയിഡിൻ്റെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ്. വി നോ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ പാർട്ടാണ് പുറത്ത് കാണുന്നത് അതിൻ്റെ ഒക്കെ എന്ത് ചെയ്യണം? ഏരിയ കണ്ടുപിടിക്കണം. പുറത്തുള്ള ഭാഗത്തെ മൊത്തം ഏരിയ, കാണുന്ന ഭാഗത്തെ മൊത്തം ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ പുറമത്തെ എല്ലാ ഏരിയയും നമ്മൾ കണ്ടുപിടിക്കണം. സോ വാട്ട് വി ഹാവ് ടു ഡു ഈസ്, സർഫസ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, ഒരു ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് അതെല്ലാം അറിയണം. അപ്പോൾ ആദ്യം നമുക്ക് ആ മെഷർമെൻറ്റ്സ് കിട്ടാനായിട്ട് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ക്യൂബിൻ്റെ വോളിയം തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഈക്വൽ ടു 64 എന്ന് പറഞ്ഞാൽ വി നോ വാട്ട് ഈസ് എ ഫോർമുല ഫോർ വോളിയം ഓഫ് എ ക്യൂബ്. ക്യൂബിൻ്റെ വോളിയാണ് തന്നിട്ടുള്ളത്. വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഈക്വൽ ടു 64 centimeter ക്യൂബ് എന്ന് പറയണം. അതിൽ ഒരു ക്യൂബിൻ്റെ വോളിയം കാണാനായിട്ടുള്ള ഫോർമുല നമുക്ക് അറിയാം, എ ക്യൂബ്. ദാറ്റ് ഈസ് ദ ഫോർമുല. വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഈക്വൽ ടു എ ക്യൂബ് ഈസ് ഈക്വൽ ടു 64. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ഏതാ? എഡ്ജ് ഓഫ് എ ക്യൂബ്. ഒരു ക്യൂബിൻ്റെ എഡ്ജിനെയാണ് എ എന്ന് പറയുന്നത്. അതായത് ഈ സൈഡ് അതുപോലെ ഈ സൈഡ്, ഇതിനെയാണ് നമ്മൾ എഡ്ജ് എന്ന് പറയുക, ഒരു ക്യൂബിൻ്റെ എഡ്ജ്. അതാണ് എ. അപ്പോൾ എ ക്യൂബ് ഈസ് ഈക്വൽ ടു 64. അതിൽ നിന്ന് എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എ ഈസ് ഈക്വൽ ടു പവർ 3 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യൂബ് റൂട്ട് എടുക്കണം. ക്യൂബ് റൂട്ട് ഓഫ് 64. എ സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ റൂട്ടാണ് എടുക്കുക. ഇവിടെ എ ക്യൂബ് ആയതുകൊണ്ട് എന്തെടുക്കണം? ക്യൂബ് റൂട്ട് എടുക്കണം. സോ ക്യൂബ് റൂട്ട് ഓഫ് 64 വി ക്യാൻ ഫൈൻഡ് ഔട്ട് ബൈ ഫാക്ടറൈസേഷൻ മെത്തേഡ്. 64 2, 32 again 2, 16 again 2, 8 again 2, 4 then 2, 2. നമുക്ക് 3 ടേം വെച്ച് ഗ്രൂപ്പ് ചെയ്യുക. ബിക്കോസ് നമ്മൾ ക്യൂബ് റൂട്ടാണ് കണ്ടുപിടിക്കുന്നത്. സ്ക്വയർ റൂട്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പെയേഴ്സ് ഗ്രൂപ്പ് ചെയ്യുക അല്ലേ. ഇവിടെ എന്ത് ചെയ്യണം? 3 ടേംസ് വെച്ചിട്ട് വേണം ഗ്രൂപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ എ ഇസ് ഈക്വൽ ടു, ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരു 2 പുറത്തേക്ക് വരും, ഈ ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്യാം? ഒരു 2 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ ഏതാ വരിക? 2 into 2 which will be equal to 4. Then we will get A is equal to 4 centimeter. അതായത് ഒരു ക്യൂബിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 centimeter ആണ്. അതാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇങ്ങനെ ജോയിൻ ചെയ്ത് 2 ക്യൂബ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിലെ ഒരു സൈഡ് അല്ലെങ്കിൽ ഒരു എഡ്ജ് എന്ന് പറയുന്നത് എത്രയാണ്? 4 centimeter ആണ്. അപ്പോൾ ഇത് എത്ര തന്നെയായിരിക്കും വരിക? 4 centimeter. ഒരു ക്യൂബിൻ്റെ എഡ്ജ് 4 ആണ്. ഇത് വേറൊരു ക്യൂബ്, സെയിം ക്യൂബ് തന്നെ. അപ്പോൾ അതിൻ്റെ എഡ്ജ് എത്രയായിരിക്കും? 4. ഇനി അതിൻ്റെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. ഹൈറ്റും എത്രയായിരിക്കും? 4. കാരണം ക്യൂബിൻ്റെ ബ്രെഡ്ത്തും ഹൈറ്റും അത് ചേഞ്ച് ചെയ്തിട്ടില്ല. ഏത് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടില്ല? ലെങ്ത്ത് ചേഞ്ച് ചെയ്തു. 2 ക്യൂബ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യൂബോയിഡിൻ്റെ ബ്രെഡ്ത്തിലും ഹൈറ്റിലും ചേഞ്ച് ഉണ്ടാവില്ല. ഏതിലും മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ? ലെങ്ത്ത്. ലെങ്ത്ത് വിൽ ചേഞ്ച് ഇൻ ടു, ലെങ്ത്ത് എങ്ങനെ ചേഞ്ച് ചെയ്യുക? 4 + 4. വാട്ട് വിൽ ബി ദ ടോട്ടൽ ലെങ്ത്ത് ഓഫ് ദ ക്യൂബോയിഡ്? 8 centimeter. അപ്പോൾ റിസൾട്ടിങ് ക്യൂബോയിഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 8 ആയിരിക്കും, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും,
ഹൈറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? 4 ആയിരിക്കും. ഇനി വി ഹാവ് ടു യൂസ് ദീസ് മെഷർമെൻറ്റ്. ഓക്കെ, ഈ തന്നിട്ടുള്ള ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? ക്യൂബോയിഡിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദ റിസൾട്ടിങ് ക്യൂബോയിഡ് ആണ്. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ്? സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ വി ലേൺ ദ ഫോർമുല. വാട്ട് വാസ് ദ ഫോർമുല? 2 into LB plus BH plus HL. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ സർഫസ് ഏരിയ നമ്മൾ വെറുതെ പറഞ്ഞാൽ എപ്പോഴും ടോട്ടൽ സർഫസ് ഏരിയ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് എന്ന് പറഞ്ഞാൽ 2 into LB plus BH plus HL. നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2 into വാട്ട് ഈസ് ലെങ്ത് വി ഹാവ് 4 plus 4, that will be the total length. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് എന്ന് പറയുമ്പോൾ 4 plus 4 ആയിരിക്കും ക്യൂബോയിഡിൻ്റെ ലെങ്ത്. 8 into ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും, പ്ലസ് ഹൈറ്റ് വിൽ ബി ഓൾസോ 4. അഗെയിൻ ബ്രെഡ്ത്ത് വി ഹാവ് 4 ആൻഡ് ഹൈറ്റ് വിൽ ബി 4, പ്ലസ് ഹൈറ്റ് വീണ്ടും 4, ലെങ്ത് ഈസ് ഈക്വൽ ടു 8. സോ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ്, ഇവിടെ ഒരു ക്യൂബോയിഡ് കിട്ടുമ്പോൾ ക്യൂബോയിഡിൻ്റെ ബ്രെഡ്ത്തിലും ഹൈറ്റിലും ചേഞ്ച് ഇല്ല. ഏത് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ? ലെങ്ത്ത് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. സോ ലെങ്ത്ത് വിൽ ബി 8, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് വിൽ ബി 4. സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 2 into 8 into 4 32, 4 into 4 16, 4 into 8 32. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 into 64 plus 16 which will be 80, which is equal to 2 into 80, which will be 160 centimeter square. So your answer will be surface area of the resulting cuboid will be equal to 160 centimeter square. So ഈ ഒരു പ്രോബ്ലത്തിൽ മനസ്സിലാക്കേണ്ടത്, നമുക്ക് 2 ക്യൂബോയിഡ് തന്നിട്ടുണ്ട്. ആ ക്യൂബോയിഡ് ജോയിൻ ചെയ്യുമ്പോൾ ക്യൂബ് തന്നിട്ടുണ്ട്. ക്യൂബ് ജോയിൻ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം എ ക്യൂബോയിഡ്. അപ്പോൾ അതിലെ ലെങ്ത്ത് ചേഞ്ച് ചെയ്യും. ക്യൂബിൻ്റെ ലെങ്ത്ത് ക്യൂബോയിഡായിട്ട് മാറുമ്പോൾ ലെങ്ത്ത് ചേഞ്ച് ചെയ്യും. ബ്രെഡ്ത്തും ഹൈറ്റും ഇറ്റ് വിൽ റിമെയിൻ സെയിം. ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ തന്നിട്ടുള്ളത് ഏതാ? ക്യൂബിൻ്റെ വോളിയം. ആ ക്യൂബിൻ്റെ വോളിയത്തിൽ നിന്ന് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എഡ്ജ് എ എന്ന് പറയുന്ന എൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബോയിഡ് കണ്ടുപിടിക്കാം ഈ ഫോർമുല ഉപയോഗിച്ച്. ഇങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടത്. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എക്സസൈസ് 13.1 സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ വെസൽ ഈസ് ഇൻ ദ ഫോം ഓഫ് എ ഹോളോ ഹെമിസ്ഫിയർ mounted by a hollow cylinder. The diameter of the hemisphere is 14 centimeter and the total height of the vessel is 13 centimeter. Find the inner surface area of the vessel. So what is given in the question is, vessel is in the form of a hollow hemisphere mounted by a hollow cylinder. ഒരു ഹോളോ ഹെമിസ്ഫിയറിനെ ഹോളോ സിലിണ്ടർ കൊണ്ട് മൗണ്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ വിച്ച് വിൽ ബി ഡൗൺ, താഴെ ഏതായിരിക്കും വരിക? ഹോളോ ഹെമിസ്ഫിയർ. അതിനെ ഹോളോ സിലിണ്ടർ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറയണേ? മൗണ്ട് ചെയ്യണം. മൗണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ കവർ ചെയ്യണം ഇതുപോലെ. So cylinder will be on top of hemisphere. ഇതുപോലെയാണ് ആ ഫിഗർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു സിലിണ്ടർ ഒരു ഹെമിസ്ഫിയറിനെ മൗണ്ട് ചെയ്തു. അതിൻ്റെ മുകളിലായിട്ടാണ് വരിക മൗണ്ട് ചെയ്യാന്ന് പറയുമ്പോൾ. Now the diameter of the hemisphere, it is given 14 centimeter. ഹെമിസ്ഫിയറിൻ്റെ ഡയാമീറ്റർ ആണ് 14 എന്ന് പറയുന്നത്. സോ റേഡിയസ് വിൽ ബി ഹൗ മച്ച്? It's half, which will be 7.
14 സെൻറ്റിമീറ്റർ ഡയാമീറ്റർ എന്ന് പറയുന്നു. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ 7 ആയിരിക്കും. ആൻഡ് ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ വെസൽ ഈസ് 13 സെൻറ്റിമീറ്റർ. ഈ വെസലിൻ്റെ ടോട്ടൽ ഹൈറ്റ്, ദാറ്റ് മീൻസ് ഫ്രം ഹിയർ ടു ഹിയർ, ഈ പോയിൻ്റ് തൊട്ട് ഈ പോയിൻ്റ് വരെ, ദാറ്റ് ഈസ് ഗിവൺ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ വെസൽ ഈസ് ഗിവൺ 13 സെൻറ്റിമീറ്റർ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഇന്നർ സർഫസ് ഏരിയ ഓഫ് ദ വെസൽ. കണ്ടുപിടിക്കേണ്ടത് ഇന്നർ സർഫസ് ഏരിയ ഓഫ് ദ വെസൽ. സോ വാട്ട് ഇസ് മീൻ ബൈ ഇന്നർ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദിസ് വെസൽ? ഇന്നർ സർഫസ് ഏരിയ ഓഫ് ദ വെസൽ, ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന എല്ലാ ഭാഗങ്ങളും ഏതാ വരിക? ഇന്നർ സർഫസ് ഏരിയ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗം, വിച്ച് ഈസ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ. പിന്നെ ഏതാ? ഈ ഹെമിസ്ഫിയറിൻ്റെ ഉള്ളിലുള്ള ഭാഗം, വിച്ച് ഓൾസോ വിൽ ബി കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ. ഈ രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ടോട്ടൽ പോർഷനാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ഇന്നർ സർഫസ് ഏരിയ ഓഫ് ദ വെസൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഭാഗവും പിന്നെ ഏതാ ഈ ഹെമിസ്ഫിയറിൻ്റെ ഉള്ളിലെ പോർഷനും, ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള രണ്ടിൻ്റെയും കർവ്ഡ് സർഫസ് ഏരിയ തമ്മിൽ ആഡ് ചെയ്താലാണ് വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഇന്നർ സർഫസ് ഏരിയ ഓഫ് ദ വെസൽ കിട്ടുക. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. Inner surface area of the vessel is equal to inner surface area of the vessel കിട്ടണമെങ്കിൽ what do you have to do? Curved surface area of cylinder plus what it will be? Curved surface area of hemisphere. These two should be added. ഈ രണ്ട് പോർഷൻസും ആഡ് ചെയ്താലാണ് what you will be getting inner surface area of the vessel കിട്ടുക. So we have to add curved surface area of cylinder plus curved surface area of hemisphere. Now we know the formula. What are the formula we know? CSA of a cylinder. What is the formula? CSA of a cylinder 2 pi r h plus curved surface area of a hemisphere. Hemisphere inde curved surface area. You know what is curved surface area of a hemisphere is 2 pi r square. These are the two formulas we have. Curved surface area of cylinder is 2 pi r h. Curved surface area of hemisphere is 2 pi r square. Now you can see there is a common term. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ടേം ഉണ്ട്. ഏതാ? 2 pi, then what it is? r. 2 pi r കോമൺ ആയിട്ട് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. Then what will be remaining here is ഒരു h ഇവിടെ ബാക്കി ഉണ്ടാവും. ഇവിടെ r സ്ക്വയറിൽ r പുറത്തേക്ക് എടുത്താൽ 2 pi gone outside. r സ്ക്വയറിൽ ഒരു r പോയി, ബാക്കി അവിടെ ഒരു r അവിടെ ബാക്കി ഉണ്ടാവും. So it will be 2 pi r into what it will be? h plus r. That will be the term. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ you can give the values 2 into what's the value of pi we have? 22/7 into radius, diameter 14 എന്ന് പറയുന്നത്. അപ്പോൾ radius will be 7. So 7 into h, which is the height of the cylinder. ഇവിടെ h എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ ഹൈറ്റ് ആണ്, which is not given. Height of cylinder തന്നിട്ടില്ല. So we know from this point to this point, this is the height of the cylinder. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. So how can you find out that height of the cylinder? Total height of the vessel തന്നിട്ടുണ്ട്. എത്രയാ? 13 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്, ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? We know this is radius, then this also will be radius. അല്ലേ? കാരണം ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ച സെൻറ്ററിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻ സർക്കിളിൻ്റെ ഏതാ? റേഡിയസ് ആണ്. So it will be radius. അപ്പോൾ ഇവിടെ 7 ആണെങ്കിൽ this also will be radius. This will be also 7. അപ്പോൾ ഇവിടെ 7 ആണെങ്കിൽ ഇവിടെയും 7 ആയിരിക്കും. So we can write here from this point to this point what it will be? 7 centimeter. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയായിരിക്കും? 7. So what will be remaining? Total 13. അതിൽ നിന്ന് ഏത് മൈനസ് ചെയ്താൽ മതി? 7, which will be equal to 6 centimeter. അപ്പോൾ h എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 6 centimeter, which is the height of the
സിലിണ്ടർ. സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അവിടെ നിന്ന് കണ്ടുപിടിക്കാം 6 സെൻറ്റിമീറ്റർ ആണ്. പ്ലസ് റേഡിയസ് അഗെയിൻ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് 7. സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 7 and 7 can be cancelled. 2 into 22 we know it is 44. 6 plus 7 എന്ന് പറഞ്ഞാൽ എത്രയായി? 30. നമുക്ക് 2 into 22 which is 44 into 30 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യാം. 44 into 30 മൾട്ടിപ്ലൈ ആണെങ്കിൽ 44 into 30. 44 into 30 കിട്ടുമ്പോൾ 4 into 3 12 remaining 1. 4 into 3 12 plus 1 13. 1 into 44 2 7 5. So you will be getting 572. What is the unit given? Centimeter. So it will be centimeter square. It is area. So you know it is 572 centimeter square. That will be the inner surface area of the vessel. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ഇവിടെ 2 ഫിഗർ ഉണ്ട്. ഏതൊക്കെയാണ്? ആദ്യത്തെ സോളിഡ് എന്ന് പറഞ്ഞ ഒരു സിലിണ്ടർ ആണ്. നെക്സ്റ്റ് ഏതാ? ഹെമിസ്ഫിയർ. ഈ രണ്ടെണ്ണത്തിൻ്റെയും കർവ്ഡ് സർഫസ് ഏരിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ടോട്ടൽ surface area, whatever required, okay, inner surface area of the vessel you will be getting. അപ്പോൾ അതിൽ ഫോർമുല ആദ്യം എഴുതി, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ കോമൺ ടേം ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. സോ യു വിൽ ബി ഗെറ്റിംഗ് 572 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദാറ്റ് വിൽ ബി ദ ആൻസർ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3, എക്സസൈസ് 13.1 തേർഡ് ക്വസ്റ്റ്യൻ. I shall read the question. A toy is in the form of a cone of radius 3.5 centimeter mounted on a hemisphere of same radius. The total height of the toy is 15.5 centimeter. Find the total surface area of the toy. ഇവിടെ നമുക്ക് പ്രോബ്ലം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം. വാട്ട് ആർ ദ തിങ്സ് ഗിവൺ? എ ടോയ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ cone of radius 3.5 centimeter mounted on a hemisphere. So ഒരു കോൺ ഒരു ഹെമിസ്ഫിയറിൻ്റെ മേലെ മൗണ്ട് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. സോ വിച്ച് വിൽ ബി ഡൗൺ? എ ഹെമിസ്ഫിയർ ഷുഡ് ബി ഡൗൺ. അപ്പോൾ താഴെ ഒരു ഹെമിസ്ഫിയർ ഉണ്ട്. സോ ഫസ്റ്റ് യു ക്യാൻ ഡ്രോ എ ഹെമിസ്ഫിയർ. ഇനി അതിന് മുകളിൽ ഒരു കോൺ മൗണ്ട് ചെയ്തു എന്ന് പറയണം. സോ ഇറ്റ് വിൽ ബി എ കോൺ ഓൺ ദ ടോപ്പ്. ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. മൗണ്ടഡ് ഓൺ എ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഹെമിസ്ഫിയർ താഴെയായിരിക്കും, കോൺ എവിടെയായിരിക്കും? മുകളിലായിരിക്കും. സോ ദിസ് വിൽ ബി ദ ഫിഗർ. നൗ വാട്ട് ആർ ദ മെഷർമെൻറ്റ്സ് ഗിവൺ? എ ടോയ് ഈസ് ഇൻ ഷേപ്പ് ഓഫ് എ കോൺ ഓഫ് റേഡിയസ് 3.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 3.5 സെൻറ്റിമീറ്റർ. ദാറ്റ് ഇസ് ദ റേഡിയസ് ഗിവൺ. The total height of the toy is 15.5 centimeter. As in the last question, ഇവിടെ total height of the toy തന്നിട്ടുണ്ട്. It is given like this, from this point to this point. Total height, it is given 15.5 centimeter. Find the total surface area of the toy. What you need to do is you have to find out total surface area of the toy. How will you get the total surface area of the toy here? As you know, total surface area എന്ന് പറയുമ്പോൾ ഇതിൽ 2 പാർട്ട് നമ്മൾ ആഡ് ചെയ്യണം. Which are the 2 shapes we have? One it is cone, 2 solids we have. One it is cone and other one it is hemisphere. അല്ലേ? അപ്പോൾ ഇതിൽ കോണിൻ്റെ ഏത് ഏരിയ വരിക? പുറം ഭാഗം മാത്രമേ ഉള്ളൂ അല്ലേ? So it is curved surface area of the cone. Then what it will be? Plus curved surface area of the hemisphere. അപ്പോൾ രണ്ടിൻ്റെയും curved surface area ആഡ് ചെയ്ത് കഴിഞ്ഞാൽ you will be getting the total surface area of the toy. So we can do like this. Total surface area of toy is equal to, what do we have to do?
curved surface area of, what is the first figure we have? Cone plus curved surface area of, രണ്ടാമത്തെ ഫിഗർ ഏതാ? this hemisphere. CSA of cone, you know what is the formula? കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് പൈ ആർ എൽ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ യു നോ വാട്ട് ഇറ്റ് വിൽ ബി 2 പൈ ആർ സ്ക്വയർ. അപ്പോൾ പൈ ആർ എൽ പ്ലസ് 2 പൈ ആർ സ്ക്വയർ ഇങ്ങനെയാണ് വരിക. ഇതിൽ കോമൺ ആയിട്ടൊരു ടേം ഉണ്ട്, പൈ പിന്നെ ഏതാ ആർ, രണ്ട് ടേം പുറത്തേക്ക് എടുക്കാം. പൈ ആൻഡ് ആർ ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. ദെൻ വാട്ട് വിൽ ബി റിമൈനിങ് ഇൻസൈഡ്? എൽ ഇവിടെ ബാക്കി ഉണ്ടാവും പ്ലസ് ഇതിൽ 2 വിൽ ബി റിമൈനിങ്. ദെൻ വാട്ട് എൽസ്? ആർ സ്ക്വയറിൽ ഒരു ആർ പുറത്തേക്ക് എടുത്താൽ ബാക്കി 1 മോർ ആർ വിൽ ബി റിമൈനിങ്. അപ്പോൾ ഇവിടെ പൈയും പിന്നെ ഒരു ആറും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ഇവിടെ ഒരു എൽ ഉണ്ടായിരിക്കും, ഇവിടെ ഏതാ 2 ഉണ്ടായിരിക്കും, പിന്നെ ഒരു ആറും ബാക്കി ഉണ്ടാവും. 2 ആർ വിൽ റിമെയിൻ ദ. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ പൈയുടെ വാല്യൂ നമുക്കറിയാം 22/7 ഇൻറ്റു ആർ വിച്ച് ഈസ് ദ റേഡിയസ് വി നോ 3.5 ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ ആണ് എൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് എൽ. എൽ കിട്ടണമെങ്കിൽ ആദ്യം ഏത് കിട്ടണം? എച്ച് കിട്ടണം, ഹൈറ്റ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ് ആണ് എൽ, ഇതെന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഹൈറ്റ്. അപ്പോൾ എച്ചും ആറും കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എൽ. ദർ ഇസ് എ ഫോർമുല, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ആദ്യം നമ്മൾ ഏത് കണ്ടുപിടിക്കണം? ഈ പെർപെൻഡിക്കുലർ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൗ കെൻ യു ഗെറ്റ് ദാറ്റ് പെർപെൻഡിക്കുലർ ഹൈറ്റ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ടോയ് എന്ന് പറഞ്ഞത് എത്രയാണ്? 15.5. അതിലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പ്രീവിയസ് പ്രോബ്ലം ഐ എക്സ്പ്ലെയിൻ. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് റേഡിയസ് ആണെങ്കിൽ ഇതും ഏതന്നെയായിരിക്കും വരിക? റേഡിയസ് ആണ്, സെൻറ്റർ എന്നാണ് എടുക്കുന്നത്. സോ ദിസ് ഓൾസോ വിൽ ബി റേഡിയസ് വിച്ച് വിൽ ബി 3.5. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ 3.5 ആയിരിക്കും. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏതാ? 15.5. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റനിൽ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ദെൻ എച്ച് ഈസ് ഈക്വൽ ടു, എച്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, വിച്ച് ഈസ് എച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഹൈറ്റ് എത്രയാണ്? 15.5. അവിടെ നിന്ന് ഇവിടെ ഇത്രയും പോർഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.5 മൈനസ് ചെയ്തു. സോ വാട്ട് വിൽ ബി റിമൈനിങ് ഈസ് 12. സോ എച്ച് വിൽ ബി ഈക്വൽ ടു 15.5 minus 3.5 is equal to 12. So you will get h is equal to 12 centimeter. ഇതാണ് കിട്ടിയിട്ടുള്ള 12 centimeter ആണ് ഹൈറ്റ് which is the perpendicular height of the cone. നമുക്ക് വേണ്ടത് പെർപെൻഡിക്കുലർ ഹൈറ്റ് അല്ല. വാട്ട് വി നീഡ് ഈസ് സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഈസ് ഈക്വൽ ടു വി നോ എ ഫോർമുല റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ which is equal to root of h we have 12 square plus r we have 3.5 square. Can do the simplification here. That is L is equal to root of 12 square plus 3.5, you know, we can write it as 7/2 because in order to do the simplification very easy. നമുക്ക് 3.5 വെച്ചിട്ട് സിംപ്ലിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. ഡെസിമൽ നമ്പറാണ് വരിക. അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് 7/2 എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യണതാവും കുറച്ചും കൂടി ഈസി. സോ ഇറ്റ് വി നോ 7/2 ഈസ് ഈക്വൽ ടു 3.5. സോ റൂട്ട് ഓഫ് 12 സ്ക്വയർ വി ഹാവ് 144, 7ൻ്റെ സ്ക്വയർ 49, 2ൻ്റെ സ്ക്വയർ 4. മൾട്ടിപ്ലൈ ചെയ്യാം. ടേക്ക് ദ LCM. 4 കൊണ്ട് 144 മൾട്ടിപ്ലൈ ചെയ്ത് LC എടുക്കുകയാണ്. 4 into 4, 16 remaining 1, 16, 7 remaining 1, 5, 576. 144 into 4, you will get 576 plus 49 divided by 4, which you can write it as root of 625. 576 plus 49 will be 625 divided by 4. Which is equal to root of 625 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25. root of 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. So we can write it as 25/2
or you can write it as 12.5 centimeter. നമുക്ക് L എന്ന് പറയുന്നത് 12.5 സെൻറ്റിമീറ്റർ കിട്ടും. സോ ഈ ഫോർമുല ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 3.5 എന്നുള്ളത് ഞാൻ 7/2 എന്ന് എടുത്തിട്ടാണ് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഡെസിമൽ നമ്പർ ഒഴിവാക്കാനായിട്ട്. Now we can substitute here. Pi we have 22/7, radius 3.5. L എന്ന് പറഞ്ഞാൽ നമുക്കറിയാം L is equal to 12.5, we got it now, plus 2r, that is 2 into radius we have 3.5. അപ്പോൾ ഇവിടെ റേഡിയസ് 3.5 എന്ന് കൊടുത്താൽ മതി, കാരണം ഇവിടെ ഡെസിമൽ ആയതുകൊണ്ട് ചെയ്യാൻ എളുപ്പത്തിന് ഇവിടെ 3.5 എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Now this can be simplified. 22/7 into 3.5 into 12.5 plus 2 into 3.5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് വിൽ ബി 7. സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 22/7 into 3.5 into 12.5 plus 7 എന്ന് പറഞ്ഞാൽ എത്ര 19.5 എന്ന് വരും. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വരും. So you can write like this: 22/7 into 3.5 into 19.5. ഇവിടെ ഡെസിമൽ മാറ്റാനായിട്ട് പോയിന്റ് കഴിഞ്ഞ് നമുക്കറിയാം 2 ഡിജിറ്റ് ആണുള്ളത്. സോ വി ക്യാൻ മൾട്ടിപ്ലൈ വിത്ത് 100 ഓൺ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. മുകളിലടിയിൽ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഡെസിമൽ മാറ്റാനായിട്ട്. സോ വിൽ ഗെറ്റ് 22 into 35. 3.5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 35 ആവും, 195 ആയി മാറും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഡിവൈഡഡ് ബൈ 7 into 100. 7 can be cut in 35. How many times? 5. ബാക്കി ഉണ്ടാവുക 22 into 5 into 195 divided by 100. 22 into 5 ഞാൻ പറഞ്ഞാൽ ഈസി മെത്തേഡ് ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. 22 into 5 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 22ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 11, then add 1 0, 110, അങ്ങനെ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു 195 ഡിവൈഡഡ് ബൈ 100, വിച്ച് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, സിംപ്ലിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ 195 ഇൻറ്റു 11. 2145, 0 ആഡ് ചെയ്യാനുണ്ട്, 2145, ഇവിടെ 110 ആണ്, 11 അല്ല, 0 ആഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ 100, വിച്ച് വിൽ ബി ഈക്വൽ ടു 214.5 സെൻറ്റിമീറ്റർ സ്ക്വയർ, വിച്ച് വിൽ ബി ദ സർഫസ് ഏരിയ ഓഫ് ദ ടോയ്. അപ്പോൾ നമുക്കിവിടെ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോണും കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സ്പിയറും ഹെമിസ്പിയറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ടോട്ടൽ സർഫസ് ഏരിയ. ദ ഓൺലി തിങ് യു ഹാവ് ടു റിമെമ്പർ ഈസ് ഇവിടെ എൽ തന്നിട്ടില്ല, അപ്പോൾ ആദ്യം എൽ കണ്ടുപിടിക്കണം. എൽ കിട്ടണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എച്ച് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് എച്ച്, ദെൻ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എൽ. എൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4. A cubical block of side 7 cm is surmounted by a hemisphere. What is the greatest diameter of the hemisphere can have? Find the surface area of the solid. ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. Cubical block of 7 cm. So first you draw a cubical block. What is the dimension given? 7 centimeters. Surmounted by a hemisphere. What it means? ഒരു ക്യൂബിക്കൽ ബ്ലോക്കിനെ ഹെമിസ്പിയർ കൊണ്ട് സർമൗണ്ട് ചെയ്തിരിക്കുന്നു. സോ ഹെമിസ്പിയർ ഷുഡ് ബി ഓൺ ദ ടോപ്പ്.
ബ്ലോക്ക് ക്യൂബിക്കൽ ബ്ലോക്കിൻ്റെ മുകളിലായിട്ടാണ് ഹെമിസ്ഫിയർ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. നമുക്കറിയാം ഹെമിസ്ഫിയറിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ഒരു സർക്കിളായിരിക്കും വരിക. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. Now what you have to do is, first question, there are two questions. First question പറയുന്നത്, what is the greatest diameter of the hemisphere can have? ഈ ഹെമിസ്ഫിയറിന് കിട്ടാവുന്ന ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഡയാമീറ്റർ എത്രയായിരിക്കും? വാട്ട് വിൽ ബി ദാറ്റ്? നമുക്കറിയാം ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് അല്ലേ ഡയാമീറ്റർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് ദ എഡ്ജ്. എഡ്ജിൻ്റെ ലെങ്ത്തിന് ഈക്വലാണ് ആ ഡയാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എഡ്ജ് 7 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 7 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ ഡയാമീറ്ററും എത്ര തന്നെയായിരിക്കും വരിക? 7 സെൻറ്റിമീറ്റർ. കാരണം ഈ ഡയാമീറ്ററും എഡ്ജും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് പറയാം. വാട്ട് യു ക്യാൻ റൈറ്റ്? ദ ഗ്രേറ്റസ്റ്റ് ഡയാമീറ്റർ the hemisphere can have is equal to what? It will be 7 centimeter. So that will be the first answer. The greatest diameter of the hemisphere is equal to 7 centimeter. What's the next question? Find the surface area of the solid. ഈ സോളിഡിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കും. ഹൗ ക്യാൻ യു ഗെറ്റ് ദാറ്റ് സർഫസ് ഏരിയ? യു ഹാവ് ടു തിങ്ക്. ഓക്കെ, ഇങ്ങനെ ആലോചിക്കേണ്ടത് ഏതൊക്കെ പോർഷനാണ് നമുക്ക് പുറത്ത് കാണുന്നത്, അതിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വിച്ച് ആർ ദ പാർട്സ് വിസിബിൾ? ദാറ്റ് വി ഹാവ് ടു തിങ്ക്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 4 സൈഡ് നമുക്ക് വിസിബിൾ ആണ്. ബോട്ടം ഓൾസോ യെസ് വി ഹാവ് ടു ടേക്ക്. അപ്പോൾ 4 സൈഡും ബോട്ടം. ടോപ്പ് നമുക്കറിയാം അത് ഒരു ഹെമിസ്ഫിയർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഹെമിസ്ഫിയറിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഏതാ? ഒരു സർക്കിളാണ്. അപ്പോൾ ആ സർക്കിളിൻ്റെ പോർഷൻ പുറത്തേക്ക് വിസിബിൾ ആവില്ല അല്ലേ, ഹൈഡ് ചെയ്തിരിക്കും. ഒരു ഹെമിസ്ഫിയർ കൊണ്ട് അത് മൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് ആയിട്ടുള്ള ഈ സർക്കിള് ഇറ്റ് വോണ്ട് ബി വിസിബിൾ. അതിൻ്റെ ടോപ്പിൽ എന്താ വന്നിട്ടുള്ളത്? ഹെമിസ്ഫിയർ. അപ്പോൾ മുകൾ ഭാഗം ഇങ്ങനെയാണ് വരിക, സൈഡ് ഇങ്ങനെയായിരിക്കും വരിക. അതിൻ്റെ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക, ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹെമിസ്ഫിയറിൻ്റെ ബേസ് ഒരു സർക്കിൾ കൊണ്ട് അത് കവർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത്രയും പോർഷനാണ് വിസിബിൾ ആവില്ല. ഈ 4 എഡ്ജ് മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? വിസിബിൾ ആയിട്ട് വരുള്ളൂ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടോട്ടൽ സർഫസ് ഏരിയ ഇതിൻ്റെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ 4 സൈഡും ബേസും ടോപ്പും നമ്മൾ എടുക്കും. എന്ന് പറഞ്ഞാൽ TSA ഓഫ് എ ക്യൂബ്. TSA ഓഫ് ക്യൂബ് എന്ന് പറഞ്ഞാൽ സൈഡായി, ബേസായി, ടോപ്പായി, ഓൾ ദ ഫേസസ് ഇറ്റ് വിൽ കം. അതിലെ മുകൾ ഭാഗത്തെ ഏത് പോർഷൻ വിസിബിൾ അല്ല? ഒരു സർക്കിളിൻ്റെ ഏരിയ നമുക്ക് വിസിബിൾ ആയിട്ട് വരില്ല. കാരണം അത് ഏതുകൊണ്ട് മൗണ്ട് ചെയ്ത് നോക്കുക? ഹെമിസ്ഫിയർ. അപ്പോൾ അതിൽ നിന്ന് ഏത് പോർഷൻ മൈനസ് ചെയ്യണം? ഒരു സർക്കിളിൻ്റെ ഏരിയ മുകളിൽ നിന്ന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതായത് TSA ഓഫ് എ ക്യൂബിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? മുകളിലെ ഒരു സർക്കിളിൻ്റെ പോർഷൻ നമുക്ക് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇനി അതിന് പകരം ഏത് പോർഷനാണ് പുറത്തേക്ക് വിസിബിൾ ആയിട്ടുള്ളത്? ഒരു ഹെമിസ്ഫിയറിൻ്റെ ഏതാ പറയുക? കർവ്ഡ് സർഫസ് ഏരിയ ദാറ്റ് ക്യാൻ സീ. പുറത്തേക്ക് ഇങ്ങനെ കാണാൻ പറ്റും. സോ വാട്ട് യു ഹാവ് ടു ഡു? ആ ഏരിയ അവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എന്തൊക്കെയാണ് പറഞ്ഞത്? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബിൽ നിന്ന് മുകളിലത്തെ സർക്കിളിൻ്റെ ഏരിയ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അത് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ അതിൽ നിന്ന് പകരം ഏത് ആഡ് ചെയ്യണം? ഒരു കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ അവിടെ ആഡ് ചെയ്യണം. അത് പുറത്തേക്ക് വിസിബിൾ ആയിട്ടുള്ള പാർട്ടാണ്. സോ ദാറ്റ് വിൽ ബി ദ റിക്വയർഡ് ഏരിയ. അപ്പോൾ ഇങ്ങനെയാണ് ഫോർമുല വരിക. സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ് is equal to, we can say, TSA of cube. എന്ന് പറഞ്ഞാൽ അതിലെ എല്ലാ പോർഷനായി. അതിൽ നിന്ന് ഏത് മൈനസ് ചെയ്യണം? മുകളിലൊരു സർക്കിളിൻ്റെ പോർഷൻ ഇല്ല അല്ലേ. സോ മൈനസ് ഏരിയ ഓഫ് എ സർക്കിൾ.
കാരണം ആ സർക്കിളിൻ്റെ പോർഷനിൽ ഹെമിസ്ഫിയർ മൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർക്കിൾ കാണാൻ പറ്റില്ല, അപ്പോൾ അത് മൈനസ് ചെയ്യണം. പ്ലസ് ഇനി ഏതാണ് പുറത്തേക്ക് കാണുക? CSA ഓഫ് ഹെമിസ്ഫിയർ. ഒരു ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ആയിരിക്കും പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുക, വിസിബിൾ ആയിട്ട് നിൽക്കുക. അത് ആഡ് ചെയ്യണം. ദിസ് ഈസ് ദ വേ ടു ഫൈൻഡ് ഔട്ട്. സോ യു മസ്റ്റ് ഗെറ്റ് എ clear idea about the figure, so it will be easy. TSA of a cube, we know what is the formula? 6a square. Area of a circle, you know what is the formula? Pi r square. CSA of a hemisphere, what is the formula? 2 pi r square. Now you can see ഇവിടെ രണ്ടും എന്താ പറയുക like terms ആണ്, which can be added or subtract. ഇവിടെ 2 pi r square, ഇവിടെ ഏതാ 1 pi r square. So you can minus. So it is 6a square remains same. 2 pi r square നിന്ന് 1 pi r square minus ചെയ്താൽ 1 pi r square will remain. So 6a square plus 1 pi r square will be remaining. Now you can substitute the value 6 into what is the value of a എന്ന് പറഞ്ഞ edge ആണ്. What it is given? 7 square. Pi we know 22/7. Radius, diameter ആണ് 7. So radius will be its half. What it will be? 7/2 whole square. Which you can write it as 6 into 7 square is 49 plus 22/7 into 7 square 49, 2 square is 4. Where 7 can be cancelled in 49. 7 times അല്ലേ. ഈ 4ൽ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 2 times 22 can be cancelled by 2. How many times? 11. സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും. Which is 6 into 49 plus 11 into 7 divided by 2. Which you can write it as 6 into 49, 5, 294 plus 11 into 7 we have 77/2, which is 294 plus 77/2, which will be 38.5, which you can add it. 294 plus 38.5, which will be equal to 332.5 centimeter square. 332.5 centimeter square. That will be the answer. So first exercise 4 problems ആണ് നമ്മൾ ചെയ്തത്. Thank you. Don't forget to subscribe.